സ്നേഹമുള്ള എന്റെ എല്ലാ മിത്രങ്ങൾക്കും ഇന്ന് ഞാൻ പറയുന്ന കഥയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിഷ്ണു. ഞാനും അച്ഛനും അമ്മയും ഒരു അനിയനും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കൊച്ചു കുടുംബം. റാന്നിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ കുടുംബസമേതം ബാംഗ്ലൂരിലായിരുന്നു താമസം. അവിടെ അച്ഛന് ഒരു ഗാർമെന്റ്സ് കമ്പനിയിലായിരുന്നു ജോലി. എന്റെ കുട്ടിക്കാലത്ത് അവിടെ സന്തോഷകരമായുള്ള ഒരു ജീവിതമായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് എന്തോ ഒന്ന് സംഭവിച്ചു. നല്ല രീതിയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന അച്ഛൻ പെട്ടെന്ന് കുടിയും ദിവസവും വീട്ടിൽ വന്ന് വഴക്കും ബഹളവും ഒക്കെയായി. കുട്ടികളായ ഞങ്ങൾക്ക് എന്തറിയാൻ. അങ്ങനെ ആകെ പ്രശ്നമായി. ഞങ്ങൾ ബാംഗ്ലൂർ വിട്ടു. നാട്ടിൽ വന്ന് സ്ഥിരതാമസമാക്കി. ഇവിടെ വന്നതിന് ശേഷവും അച്ഛനും മാറ്റമൊന്നുമില്ല. കുടുംബസ്വത്തായി കിട്ടിയ 4-5 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ വിറ്റ് അച്ഛൻ കുടിക്കാൻ തുടങ്ങി. പിന്നീട് ഞാൻ വളർന്നതിന് ശേഷമാണ് അറിയുന്നത് നല്ല രീതിയിൽ ബാംഗ്ലൂരിൽ ജീവിച്ച അച്ഛന്റെ മാറ്റത്തിന് കാരണം. ഞങ്ങൾ സ്കൂളിൽ പോയ സമയത്ത് അച്ഛൻ എന്തോ ആവശ്യത്തിന് കമ്പനിയിൽ നിന്ന് വീട്ടിൽ വന്നു. അപ്പോഴാണ് കാണാൻ പാടില്ലാത്തത് എന്തോ അച്ഛൻ വീട്ടിൽ കണ്ടത്. അമ്മയും അച്ഛന്റെ ഒരു കൂട്ടുകാരനും. അന്ന് തുടങ്ങിയതാണ് ഈ അടിയും ബഹളവും. അത് ഇന്നും തുടരുന്നു. എനിക്കിപ്പോൾ 23 വയസ്സായി. അനിയൻ 20 വയസ്സും. അവൻ ചെന്നൈയിൽ പഠിക്കുന്നു. ഇവിടെ അച്ഛനെ പലരും ഉപദേശിച്ചു. അച്ഛൻ ആര് പറഞ്ഞാലും കേൾക്കില്ല. അച്ഛന്റെ സ്വഭാവം ദിനം പ്രതി വഷളായിക്കൊണ്ടിരുന്നു. ഞാൻ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഒരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. അങ്ങനെ ഓരോന്നോർത്ത് വീട്ടിലിരിക്കുമ്പോഴാണ് അമ്മ വന്ന് എന്നോട് പറഞ്ഞത്, എടാ, അമ്മാവന്റെ മകൾ ശാരിയുടെ കല്യാണമാണ്, അതിന് പോകണം. രാവിലെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞതിന്റെ ബഹളമാ കേട്ടത്. എന്തോ ചെയ്യാനാ. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് കയറി വന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, അമ്മാവന്റെ മകളുടെ കല്യാണത്തിന് പോകണം, ചെന്നില്ലെങ്കിൽ ആകെ നാണക്കേടാകും. ആ, നീ വയ്ക്കൂ, ഞാൻ വരുന്നില്ല. അമ്മ അച്ഛനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കല്യാണത്തിന് ചെല്ലുമ്പോൾ നിങ്ങളെപ്പറ്റി ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയും? ഞാനങ്ങ് മരിച്ചുപോയെന്ന് പറയടി. അതും പറഞ്ഞ് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അമ്മ തലയിൽ കയ്യും വെച്ച് കട്ടിലേക്ക് ഇരുന്നു. ഞാൻ പറഞ്ഞു, പോട്ടമ്മേ, സാരമില്ല, നമുക്ക് പോകാം. ഞാൻ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ദേഷ്യം കൊണ്ട് അമ്മയുടെ മുഖം ചുവന്ന് തുടുത്തിരിക്കുന്നു. മേൽച്ചുണ്ടിന് മീതെയുള്ള നനുത്ത കുഞ്ചിരോമങ്ങളിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരിക്കുന്നത് കാണാം. എന്റെ ജീവിതം പോയല്ലോടാ. എനിക്ക് എത്ര നല്ല ആലോചന വന്നാണെന്ന് നിനക്കറിയാമോ? എന്റെ അച്ഛൻ ഒറ്റയൊരുത്തന്റെ നിർബന്ധം കാരണമാണ് ഞാൻ ഇങ്ങേരുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചത്. ഞാൻ ചോദിച്ചു, അല്ലമ്മേ, അച്ഛൻ ഇങ്ങനത്തെ സ്വഭാവമൊന്നും അല്ലായിരുന്നല്ലോ. അമ്മ ദയനീയമായി എന്നെ നോക്കി. എന്നിട്ട് പറഞ്ഞു, മോനെ, അന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ അമ്മയ്ക്ക് അങ്ങനെ ഒരു തെറ്റുപറ്റി. നിന്റെ അച്ഛന് അതിൽ കഴിവില്ലാത്തത് കൊണ്ടല്ലേ. ഞാനൊന്നും മിണ്ടിയില്ല. ശരിയാണ്, ഇപ്പോഴും അമ്മയ്ക്ക് 40-45 വയസ്സ് പ്രായമുണ്ടെങ്കിലും അമ്മയുടെ ആ ശരീരപ്രകൃതം, വെളുത്തു തുടുത്ത കവിളിണകളും ഉടയാത്ത ആ മുന്നഴകും വിരിഞ്ഞ ആ പിന്നഴകും എന്തിനും തയ്യാറായി നിൽക്കുകയായിരുന്നു. ഞാൻ ഓർത്തു. ഞാൻ അമ്മയുടെ തോൾ തട്ടിക്കൊണ്ട് പറഞ്ഞു, പോട്ടമ്മേ, അമ്മയ്ക്ക് ഞാനും അനിയൻകുട്ടനുമില്ലേ, അതുകൊണ്ടാ ഞാൻ ജീവിക്കുന്നത് തന്നെ. നിന്നെയും അവനെ ഓർത്തിട്ട്. കുറച്ചു കഴിഞ്ഞ് ഞാൻ ഇറങ്ങി റബ്ബർ തോട്ടത്തിലേക്ക് പോയി. ഇനി അച്ഛന് വിൽക്കാൻ 2 ഏക്കർ റബ്ബർ തോട്ടം കൂടിയുണ്ട്. അവിടെ ഇപ്പോൾ റബ്ബർ വെട്ടുന്നത് 2 ബംഗാളികളെ നിർത്തിയാണ്. ഞാൻ അങ്ങോട്ടേക്ക് നടന്നു ചെന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് കല്യാണത്തിന് പോകാനുള്ള ദിവസമെത്തി. കല്യാണത്തിന് 2-3 ദിവസം മുമ്പെങ്കിലും ചെല്ലണ്ടേ? കാര്യം സ്വന്തം ആങ്ങളയുടെ മകളുടെ കല്യാണമല്ലേ. അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് പറയും? ഞാനും അമ്മയും കൂടി ബസ് കയറി കുടുംബ വീട്ടിലെത്തി. ചെന്നപ്പോൾ തന്നെ അമ്മുമ്മയും എല്ലാവരും അച്ഛനെയും അനിയനെയും തിരക്കി. അച്ഛന്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. അനിയൻകുട്ടൻ ചെന്നൈയിൽ നിന്ന് വരാൻ പറ്റില്ല അമ്മുമ്മ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറെ നേരം സംസാരിച്ചിരുന്നു. അമ്മേ, ഞാൻ ഡ്രസ്സ് മറിയിച്ചു വരാം. അമ്മ അകത്ത മുറിയിലേക്ക് പോയി. അങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്ന കൂട്ടത്തിൽ അമ്മുമ്മ പറഞ്ഞു, എടാ, അന്ന് എനിക്കും ഇഷ്ടമല്ലായിരുന്നു നിന്റെ അച്ഛനെ. പിന്നെ ഇവിടുത്തെ നിന്റെ അപ്പൂപ്പന്റെ ഒറ്റ നിർബന്ധമായിരുന്നു. ഒരു ദുസ്വഭാവം ഇല്ലായിരുന്ന തന്റെ അച്ഛൻ എങ്ങനെ ആയിത്തീർന്നെന്ന് ഈ അമ്മുമ്മയ്ക്ക് വല്ലതും അറിയാമോ? ഞാൻ മനസ്സിൽ ചിന്തിച്ചു. പിന്നെ നീ ഇത്രയും വളർന്നില്ലേ, അതുകൊണ്ട് പറയുക, നിന്റെ അമ്മയും ആളത്ര മോശക്കാരിയൊന്നുമല്ല. അന്ന് കോളേജിൽ പഠിക്കുമ്പോൾ നിന്റെ അമ്മയ്ക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. ഞാൻ അമ്മുമ്മയെ സൂക്ഷിച്ചൊന്ന് നോക്കി. അമ്മുമ്മ ചിരിച്ചുകൊണ്ട് തുടർന്നു, ഞങ്ങളുടെ ഒരു അകന്ന ബന്ധത്തിൽ തന്നെയുള്ള ആളായിരുന്നു പയ്യൻ. അവനും അവളുടെ കൂടെ കോളേജിൽ പഠിക്കുകയായിരുന്നു.
ആരാ അമ്മുമ്മ ഈ പുള്ളിക്കാരൻ? എടാ, അത് നിനക്ക് പറഞ്ഞാൽ അറിയത്തില്ല. നമ്മുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട സഹദേവൻ ചിറ്റപ്പന്റെ മകൻ ശിവൻ. ഞാൻ അമ്മുമ്മയെ ഒന്ന് നോക്കി. അവൻ പിന്നെ വേറെ വിവാഹമൊക്കെ കഴിച്ചു. ഇപ്പോഴും ഇടയ്ക്കെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവനിവിടെ വരാറുണ്ട്. അത് കേട്ട് ഞാൻ ചിരിച്ചു. അവൻ പട്ടാളത്തിലായിരുന്നു. ഇപ്പോൾ പട്ടാളത്തിൽ നിന്നൊക്കെ റിട്ടയർഡായി വീട്ടിൽ കൃഷിപ്പണിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അവൻ പട്ടാളത്തിലിരുന്ന് ശരിക്ക് കാശുണ്ടാക്കി. ഇവിടെ ഒരുപാട് വസ്തുവകകളൊക്കെ വാരിക്കൂട്ടി. പക്ഷേ അവൻ ഒരു വിഷമമേ ഉള്ളൂ. അവന്റെ ഭാര്യ 6-7 വർഷം മുമ്പ് മരിച്ചുപോയി. ക്യാൻസർ ആയിരുന്നു. 2 പെൺമക്കളായിരുന്നു അവന്. അവരെ 2 പേരെയും അവൻ നല്ല രീതിയിൽ അയച്ചു. അതിൽ ഇളയ പെണ്ണ് അവന്റെ കൂടെ അവന്റെ വീട്ടിൽ തന്നെയുണ്ട്. മരുമോൻ ഗൾഫിലാണ്. ഞാൻ അമ്മുമ്മ പറയുന്നതെല്ലാം അതിശയത്തോടെ സാഹൂതം കേട്ടിരുന്നു. അപ്പോൾ അമ്മ അങ്ങോട്ടേക്ക് നടന്നു വന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അമ്മയോടൊരു പ്രത്യേക സ്നേഹം തോന്നി. എന്തുവാ അമ്മുമ്മയും കൊച്ചുമകനും കൂടി എന്നെക്കുറിച്ചായിരിക്കും പറയുന്നത്? ആ, നിന്റെ പഴയകാല ഇളക്കത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അമ്മുമ്മ വെട്ടി തുറന്നങ്ങ് പറഞ്ഞു. പോമ്മ എവിടുന്ന്? ചെറുക്കന്റെ അടുത്താണോ ഇതൊക്കെ പറയുന്നത്? അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോയി. പിറ്റേന്ന് പകൽ ഞാൻ മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് നടന്നു വന്നു. അവർ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇന്ദിരയുടെ മകനല്ലേ? അതെ, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അമ്മ അങ്ങോട്ടേക്ക് വന്നത്. അവർ 2 പേരും കൂടി ഒന്നും രണ്ടും പറഞ്ഞ് വീടിന്റെ വടക്കേപ്പുറത്തേക്ക് പോയി. ഞാൻ മുറ്റത്ത് തന്നെ നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അമ്മയുടെ വിളി. ഞാൻ അപ്പുറത്തേക്ക് ചെന്നു. വന്ന സ്ത്രീയും അമ്മയും കൂടി എന്തോ വലിയ കാര്യം പറഞ്ഞിരിപ്പാണ്. നീ എന്തിനാടാ ഒറ്റയ്ക്ക് എവിടെ നിൽക്കുന്നത്? ചെല്ല്, നിനക്ക് TV വെച്ച് കണ്ടൂടെ? ഞാൻ അവരെ നോക്കി ചിരിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. അകത്തേക്ക് കയറുമ്പോൾ അവർ അമ്മയോട് ചോദിക്കുന്നത് കേട്ടു. ഡീ ഇന്ദിരേ, നീ നിന്റെ പഴയ കാമുകനെ കാണാൻ പോകുന്നില്ലേ? അത് കേട്ടപ്പോൾ ഞാൻ അവിടെ ചെവി കൂർപ്പിച്ച് മാറി നിന്നു. അമ്മയുടെ വായിൽ നിന്ന് എന്ത് വീഴുമെന്ന് അറിയാൻ വേണ്ടിയാണ് നിന്നത്. അപ്പോഴാണ് അമ്മ പറയുന്നത്, ശിവേട്ടൻ കല്യാണത്തിന് വരുമായിരിക്കും. നീ അങ്ങനെ കാണാറുണ്ടോ? അമ്മ അവരോട് ചോദിച്ചു. ആ, ഇടയ്ക്കൊക്കെ കാണും. ഓ, പുള്ളിക്കാരൻ ഭാര്യയും കൂടി പോയപ്പോഴത്തേക്ക് ആകെ അങ്ങ് ഒറ്റപ്പെട്ടതുപോലെയായി. അങ്ങേരുടെ ഒരു വിധി, അവർ പറഞ്ഞു. ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. ഞാൻ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അമ്മ എന്നെ കണ്ടതും ഒരു അന്താളിപ്പോടെ എന്നെ ഒന്ന് നോക്കി. പിന്നെ നാണം കലർന്ന ഒരു പുഞ്ചിരിയും. നാണത്താലുള്ള അമ്മയുടെ ആ മുഖം കണ്ടപ്പോൾ അതിന് വല്ലാത്ത ഭംഗി തോന്നി. എന്താടാ നീ ഇങ്ങനെ നോക്കുന്നേ? അമ്മ ചോദിച്ചു. ഒന്നുമില്ലെന്ന് ഞാൻ തലയാട്ടി. അങ്ങനെ പിറ്റേന്ന് ഞാനും അമ്മയും കൂടി ഒരു ഓട്ടോ വിളിച്ച് കല്യാണ വീട്ടിലേക്ക് പോയി. കുടുംബ വീട്ടിൽ നിന്ന് കുറച്ചു ദൂരമുണ്ട് അവിടേക്ക്. പോകുന്ന വഴിയിൽ ഞാൻ ചിന്തിച്ചു, അവിടെ ചെന്ന് അമ്മയുടെ ആ പഴയ കാമുകനെ ഒന്ന് കാണണം. എങ്ങനുണ്ടെന്ന് അറിയാമല്ലോ ആള്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം കണ്ടു. കാണാൻ പറ്റാത്തത് പലതും. അമ്മയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു.